ചെറുപ്പക്കാരനെ 18 പേർ ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തി. കോഴിക്കോട് മായനാട് സ്വദേശി സൂരജാണ് മരിച്ചത്. തുരുത്തിയാട് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ 2 വിഭാഗങ്ങളായി തിരിഞ്ഞ് സംഘർഷത്തിലേക്ക് ഏർപ്പെടുകയായിരുന്നു. ഇതിൽ സൂരജിന് ഗുരുതരമായി പരിക്കേറ്റു. കേസിൽ 18 പേർക്കെതിരെ കേസെടുത്തു. പ്രതികളായ വിജയ്, അജയ്, മനോജ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ കൂടാതെ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കൊല്ലപ്പെട്ട സൂരജിന്റെ സുഹൃത്തുക്കളായ വിജയ്, അജയ് എന്നിവർ തമ്മിൽ കോളേജിലുണ്ടായ തർക്കത്തിൽ സൂരജ് ഇടപെട്ടിരുന്നു. എന്നാൽ എന്തിന് കൊലപാതകം നടത്തിയെന്നുള്ളതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇന്നലെ രാത്രിയിൽ സൂരജും ഒപ്പം പഠിച്ചിരുന്ന സുഹൃത്തുക്കളും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് ICUവിൽ കിടന്ന യുവതിയോട് അതിക്രമം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജീവനക്കാരൻ അറസ്റ്റിൽ. മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം ജീവനക്കാരൻ ദിൽകുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ICUവിൽ കിടക്കുകയായിരുന്ന യുവതിയെ ഇയാൾ കടന്നുപിടിച്ചെന്നാണ് പരാതി. തുടർന്ന് പോലീസ് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് ദിൽകുമാറിനെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ BS സുനിൽകുമാർ സസ്പെൻഡ് ചെയ്തു. ഇടുപ്പിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അറ്റൻഡറാണ് ദിൽകുമാർ. യുവതിയുടെ യൂറിൻ ബാഗ് മാറ്റുന്നതിനിടെയാണ് സംഭവമെന്നാണ് പരാതി. സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലി തർക്കം. കോട്ടയത്ത് ഒരാൾ കുത്തേറ്റ് മരിച്ചു. പാല വള്ളിച്ചിറ വലിയകാലയിൽ PJ ബേബിയാണ് മരിച്ചത്. വള്ളിച്ചിറ സ്വദേശി ആരംകുഴിക്കൽ AL ഫിലിപ്പോസാണ് കുത്തിയത്. രണ്ടുപേരും തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെ ഇതിനെ ചൊല്ലി വാക്കുതർക്കവും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ബേബിക്ക് കുത്തേറ്റത്. സംഭവത്തിന് പിന്നാലെ ഫിലിപ്പോസ് ഒളിവിൽ പോയി. ജൂനിയർ ആർട്ടിസ്റ്റായ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം വാഴാപ്പുഴ സ്വദേശി S ജിനുവിനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് എറണാകുളത്ത് നിന്നും അറസ്റ്റ് ചെയ്തത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് കഴക്കൂട്ട സ്വദേശിയായ 31-കാരിയാണ് ഇയാൾ പീഡിപ്പിച്ചത്. സിനിമയിൽ അഭിനേതാക്കളെ തേടിയുള്ള പരസ്യം നൽകിയാണ് യുവതിയെ കെണിയിൽ വീഴ്ത്തിയത്. തിരുവനന്തപുരത്ത് വെച്ചാണ് പീഡിപ്പിച്ചത്. പീഡനത്തിന് ശേഷം മുങ്ങിയയാളെ പിന്തുടർന്നാണ് പോലീസ് പിടികൂടിയത്. മാന്നാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ രണ്ടാനച്ഛനും കുട്ടിയുടെ അമ്മയും അറസ്റ്റിൽ. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു സംഭവം. പെൺകുട്ടി വീട്ടിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാനച്ഛൻ പീഡിപ്പിക്കുകയായിരുന്നു. ഈ വിവരം അമ്മയോട് പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. രണ്ടാനച്ഛൻ തുടർന്നും കുട്ടിയെ മാനസികമായി തളർത്തുന്ന രീതിയിൽ പെരുമാറിയിട്ടും അമ്മ മൗനം പാലിച്ചു. സഹികെട്ട കുട്ടി മാന്നാർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 16-കാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതി പിടിയിൽ. ബീഹാർ സ്വദേശിയായ മുഹമ്മദ് ദാവൂദിനെയാണ് പോലീസ് പിടികൂടിയത്. മീൻ കച്ചവടക്കാരനായ പ്രതി 4 വർഷമായി കേരളത്തിൽ തന്നെയാണ് താമസിക്കുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇയാൾ മണക്കാട് സ്വദേശിയായ 16-കാരിയെ തട്ടിക്കൊണ്ടുപോയത്. പെൺകുട്ടിയും ഇയാളും തമ്മിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പിന്നാലെ ഇയാൾ പെൺകുട്ടിയും കൊണ്ട് ലുധിയാനയിലേക്ക് കടക്കുകയായിരുന്നു. കുട്ടിയെ കാണാനില്ല എന്ന വിവരം ലഭിച്ച പോലീസ് ലുധിയാനയിലെ ഗ്രാമത്തിൽ പെൺകുട്ടിയുമായി ഒളിച്ചു താമസിച്ചിരുന്ന ഇയാളെ അതിസാഹസികമായി പിടികൂടുകയായിരുന്നു. ദാവൂദിന് നാട്ടിൽ ഗർഭിണിയായ ഭാര്യയുണ്ടെന്നും പോലീസ് കണ്ടെത്തി.